രാത്രി ആയപ്പോഴത്തേനും ഞങ്ങളിതേ മെറിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. മെയ് 8 അവളുടെ പിറന്നാളാണ്. പക്ഷേ എനിക്ക് മെയ് 8, 9, 10 ഒന്നും അവളെ കാണാൻ പറ്റില്ല. കാരണം അവൾക്ക് 24 ഡ്യൂട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മെയ് 7 എന്നുള്ളത് എൻ്റെ മുന്നിൽ വലിയൊരു ഓപ്ഷനായിരുന്നു. കാരണം എനിക്ക് അവളെ കാണാൻ പറ്റുമോ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അവളെ കണ്ട് അവൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ഞങ്ങൾ വരുമെന്ന്. കാരണം പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് നേരെ കയറ്റി ഞാൻ പറഞ്ഞു, ഡ്രസ്സ് മാറി, നീ ഫോട്ടോഷൂട്ടിനിട്ട് ഡ്രസ്സ് ഇടുകയാൻ. കാരണം അതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഈ കേക്കാണ്. ഞാൻ ആ ഒരു ഡ്രസ്സ് തീമിലാണ് ഈ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ഇതേ പുള്ളിക്കാരി ആ ഡ്രസ്സൊക്കെ ഇട്ട് കേക്ക് കട്ടിയത് സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് മനസ്സ് നിറഞ്ഞു കേട്ടോ. എനിക്ക് അവളെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അവൾ എനിക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അവളുടെ ലൈഫിൽ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനൊരു എന്താണ് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എനിക്കറിയത്തില്ല, വല്ലാണ്ടൊരു സ്നേഹം. നമുക്ക് എന്താ കൂടപ്പിറപ്പാണോ എന്ന് ചോദിച്ചാൽ കൂടപ്പിറപ്പാണ്, നമ്മുടെ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ആണ്, നമ്മുടെ എല്ലാം എൻ്റെ ഒരു ഓൾ റൗണ്ടറാണ് പുള്ളിക്കാരി കേട്ടോ. അങ്ങനെ അതേ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞാൻ വാങ്ങിച്ച ആ ചുരിദാർ ഇങ്ങനെ അവൾ ഇട്ട് കാണണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് അവിടുത്തെ പറഞ്ഞു ഡ്രസ്സ് മാറി, ഈ ഡ്രസ്സ് ഇടാൻ കറക്റ്റ് ഫിറ്റായിരുന്നു പുള്ളിക്കാരിക്ക്. അതുപോലെ കമ്മൽ വാങ്ങിച്ച ആ കമ്മലൊക്കെ അവൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ എനിക്കെന്തോ വലിയ ഇങ്ങനെ ഒരു സുന്ദരി കുട്ടി അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഒരുപാട് നേരം നമുക്ക് നിൽക്കാൻ സമയമില്ല. കാരണം നല്ല മഴയാണ്. അവൾക്ക് നാളെ ഡ്യൂട്ടിക്ക് കാരണം 24 ആണ് അവൾക്ക്